മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഇന്ത്യൻ സാംസ്കാരിക വിനോദ വിജ്ഞാനമേളയായ ഗൾഫ് മാധ്യമം കമോൺ കേരളക്കൊരുങ്ങി ഷാർജ. 3 ദിവസങ്ങളിലായി ഷാർജ എക്സ്പോ സെന്ററിലാണ് പരിപാടി നടക്കുക. അവസാനവട്ട ഒരുക്കങ്ങൾ നടക്കുന്ന എക്സ്പോ നഗരിയിൽ നിന്ന് ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നു. ഷിനോജ്, എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരുക്കങ്ങളെല്ലാം നടക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സഫാൻ, ഷാർജ എക്സ്പോ സെൻറ്ററിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നാളെ മുതൽ 3 ദിവസമാണ് കമോൺ മഹോത്സവത്തോളം ഒരു സാംസ്കാരിക മഹോത്സവമാണ് കമോൺ കേരള. 3 ദിവസം നീണ്ടു നിൽക്കും. മലയാളത്തിൽ നിന്നുള്ള പ്രമുഖർ ഈ മേളയിലേക്ക് എത്തും. അത് സിനിമാ രംഗത്തുള്ളവരും സാഹിത്യ രംഗത്തുള്ളവരൊക്കെ ഈ മേളയിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഈ കമോൺ കേരളയിലേക്ക് ആളുകളെ സ്വാഗതം ചെയ്യുന്ന ഒരു കേരള ഗേറ്റിന് മുന്നിലാണ്. ഈ ഗേറ്റിൻ്റെ പ്രത്യേകത, ഇതൊരു LED ഗേറ്റാണ്. ഇതിന് അകത്തേക്ക് വരുമ്പോൾ നമുക്ക് അടുത്ത ദിവസം മുതൽ ഈ സ്ക്രീന് കൂടി സജീവമാകും. ഈ സ്ക്രീനിൽ കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തെ അടയാളപ്പെടുത്തുന്ന പല വിവരണങ്ങളും ചിത്രങ്ങളും ഇതിലുണ്ടാവും. സാംസ്കാരിക നായകരെ അടയാളപ്പെടുത്തുന്ന പ്രദർശനങ്ങളും ഈ കേരള ഗേറ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകും. ഈ പ്രധാന വേദിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് വലിയൊരു പത്തേമാരിയാണ്. നമുക്കറിയാം, പ്രവാസത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പത്തേമാരിക്ക് വലിയ ബന്ധമുണ്ട്. ആ പേരിൽ സിനിമ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. സലീം അഹമ്മദിൻ്റെ സിനിമയുണ്ട്. ഷാർജയിലെ ഹോർഫുഖാനിൽ നിന്നാണ് ആ പ്രവാസത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. അതിൻ്റെ ഒരു അടയാളപ്പെടുത്തലായിട്ട് ഇവിടെ വലിയൊരു പത്തേമാരി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പത്തേമാരി തയ്യാറാക്കിയത് പ്രമുഖ കലാസംവിധായകനായ അദ്ദേഹം ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉണ്ട്. എന്താണ് ഇപ്രാവശ്യത്തെ ഒരു തീം എന്ന് പറയുന്നത്? ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് നമ്മുടെ അതായത് മാധ്യമത്തിൻ്റെ 25 വർഷമായതുകൊണ്ട് കടൽ കടന്നു എന്നുള്ളതിൻ്റെ അപ്പോൾ പഴയ ഒരു സിംബോളിക്കായിട്ട് നമ്മളൊരു ഗുരു പോലെ ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആൾക്കാർക്ക് കാണാനും അതിൽ കയറി നിൽക്കാനും അതിൽ ഫോട്ടോ എടുക്കാനുള്ള എല്ലാ സാധനങ്ങളും ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ളൊരു പത്തേമാരിയുടെ വലിപ്പത്തിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതെ, ആസ് പെർ പത്തേമാരിയുടെ സൈസിൽ തന്നെയാണ് ഇത് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇത് എത്ര ദിവസം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഡിസൈനിങ്ങിന് ഇതിനൊക്കെ ആയിട്ട്? ഡിസൈനിങ് ഇതെല്ലാം വളരെ ചുരുങ്ങും ഒരു 2-3 ഡേയ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഇവിടെ വന്നിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം 2 വീക്സ് എടുത്തിട്ടുണ്ട്. അതെ, വർക്ക്. ഇതിനകത്തേക്ക് കയറാൻ കഴിയില്ലേ? ഇതിൻ്റെ അകത്ത് കയറാം. എന്തായാലും ഇതിൻ്റെ അകത്തേക്ക് കൂടി ഒന്ന് കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് വരാം. അതോടൊപ്പം ഗൾഫ് മാധ്യമത്തിൻ്റെ മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ വിഭാഗം മേധാവി സാലിഹ് കോട്ടപ്പള്ളി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തൊക്കെ അട്രാക്ഷൻസാണ് ഇപ്രാവശ്യം കമോൺ കേരളയിലുള്ളത്? ആനകളെ കണ്ടു, പത്തേമാരി കണ്ടു, വേറെന്തൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്? കമോൺ കേരളയുടെ 6ാം എഡിഷൻ മുൻ വർഷങ്ങളെക്കാൾ ഗംഭീരമാക്കുകയാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ച് ഗൾഫ് മാധ്യമത്തിൻ്റെ 25ാം വാർഷികം എന്നുള്ളത് ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ എത്തുന്ന ഓരോ പ്രവാസിക്കും അത് ഈ ഒരു മേള ഒരു വിരുന്നാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രവാസിയുടെ നമ്മൾ ഇപ്പോഴത്തെ തലമുറയൊക്കെ കേട്ടറിഞ്ഞ ഒന്നായിരിക്കും പത്തേമാരികളിൽ വന്ന പ്രവാസിയുടെ കഥകളൊക്കെ. അപ്പോൾ അത് അവർക്ക് ഫീൽ ചെയ്യുന്ന, അത് അവർക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു വലിയ ഒരു കാഴ്ചയാണ് ഈ ഒരു പത്തേമാരിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ ഈ ഒരു ഗൾഫ് UAE-ലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്തോ ഇത്തരം വലിയ ഒരു കലാസൃഷ്ടി, ഈ ഒരു തീമിലുള്ള ഒരു കലാസൃഷ്ടി ഇതുവരെ വന്നിട്ടുണ്ടാവില്ല. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ ഒരുപാട് പ്രദർശനങ്ങളുണ്ട്. വിവിധ വാണിജ്യ സ്ഥാപനങ്ങളുടെയും പ്രോപ്പർട്ടി സ്ഥാപനങ്ങളുടെയും ഒക്കെ പ്രദർശനങ്ങളുണ്ട്. അതോടൊപ്പം വ്യത്യസ്ത കലാപരിപാടികളുണ്ട്. എല്ലാ വർഷത്തെയും പോലെ ഫുഡ് കോർട്ട് വളരെ സജീവമായിട്ട് ഇത്തവണയുണ്ട്. അതുപോലെ പർച്ചേസിനൊക്കെയുള്ള ബസാറുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഈ കമോൺ കേരള ഒരു വലിയ ആഘോഷമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നമ്മുടെ പ്രവാസ ലോകത്ത് നിന്ന് ലഭിക്കുന്ന UAE-യിലുള്ള പ്രവാസികൾ നൽകുന്ന ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് നാളെ രാവിലെ 10 മണി മുതൽ ഇത് തുറക്കുകയാണ്. ഞായറാഴ്ച രാത്രി 10 മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു മേള എന്ന നിലയിൽ പ്രവാസികൾ ഒഴുകിയെത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഇത്തവണ എത്തുന്ന ഒരു സന്ദർശകനും ഈ ഒരു മേള മറക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റും. പ്രമുഖരാരൊക്കെയാണ് എത്തുന്നത്? സിനിമാ മേഖലയിൽ നിന്ന് നിവിൻ പോളി, പർവതി തിരുവോത്ത് ഒക്കെ പോലെയുള്ള
പ്രമുഖർ വ്യത്യസ്ത ദിവസങ്ങളിൽ രാത്രികളിൽ നടക്കുന്ന കലാപരിപാടികൾക്ക് നേതൃത്വം നൽകാൻ എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രശസ്തരായ ഗായകരെത്തുന്നുണ്ട്. വ്യത്യസ്ത സെഗ്മെൻറ്റിലുള്ള പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. സിംഗ് ആൻഡ് വിൻ എന്നുള്ള നമ്മുടെ ഇവിടെയുള്ള ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന പരിപാടികളുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ലിറ്റിൽ ആർട്ടിസ്റ്റ് എന്നുള്ള പരിപാടിയുണ്ട്. അതുപോലെ തന്നെ പാട്ടുപാടി സമ്മാനം നേടാനുള്ള സിംഗ് ആൻഡ് വിൻ എന്നുള്ള പരിപാടി, അതുപോലെ പാചക മത്സരം എന്നുള്ള നിലയിൽ സ്ത്രീകൾക്ക് അതുപോലെയുള്ളവർക്കൊക്കെ പങ്കെടുക്കാൻ പറ്റുന്ന പരിപാടികളുണ്ട്. അങ്ങനെ ഒരുപാട് പരിപാടികൾ, പ്രത്യേകിച്ച് പകൽ സമയങ്ങളിൽ ഇവിടെയുള്ള വ്യത്യസ്ത വേദികളിൽ വൈജ്ഞാനികമായ പരിപാടികൾ, അതുപോലെ തന്നെ വിനോദ പരിപാടികളൊക്കെ നിറഞ്ഞു നിൽക്കും. ഇപ്പോൾ തന്നെ ലിറ്റിൽ ആർട്ടിസ്റ്റ് എന്നുള്ളത് 3 ദിവസമുണ്ട് ഇത്തവണ. നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം 2 ദിവസമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു റെസ്പോൺസ്, വിദ്യാർത്ഥികൾ ഒരുപാട് ആളുകളാണ് എത്തിയത്. അപ്പോൾ ഇത്തവണ 3 ദിവസത്തേക്കും അത് വിപുലീകരിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ വർഷത്തേക്കാൾ വിപുലമായ സംവിധാനങ്ങൾ അപ്പുറത്തെ 2 ഹാളുകളിലായിട്ട് അതിനുവേണ്ടി ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ രജിസ്ട്രേഷനൊക്കെ ആയിരക്കണക്കിന് കുട്ടികൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ പത്തേമാരിയുടെ മുകളിലെത്തിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡക്ക്, ശരിക്കും ഈ കമോൺ കേരള ഇവിടെ നിന്ന് വീക്ഷിക്കാൻ കഴിയുന്ന ഒരു ഡക്ക് കൂടിയായിട്ട് ഇത് അടുത്ത ദിവസം മാറും എന്നുള്ളതാണ് അല്ലേ, ഇത്രയും വലുപ്പത്തിൽ ഉള്ളൊരു സംവിധാനം ഒരുക്കുന്നത്. അതെ, ഇവിടെ നിന്ന് കമോൺ കേരള കാണാൻ പറ്റുമെന്ന് മാത്രമല്ല, ഇവിടെ എത്തുന്ന ഓരോ സന്ദർശകനും നാളെ പല സർപ്രൈസുകളും ഇവിടെ നിന്ന് അനുഭവിക്കാൻ പറ്റും. അത് ഇപ്പം തന്നെ വെളിപ്പെടുത്തുന്നത് ശരിയല്ല. അപ്പോൾ തീർച്ചയായും ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കും പ്രവാസത്തിൻ്റെ ചരിത്രത്തെയും ഗൾഫ് മാധ്യമത്തിൻ്റെ ചരിത്രത്തെയും മലയാളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തെയും ഒക്കെ അനുഭവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗൾഫ് മാധ്യമം കമോൺ കേരളക്ക് ഷാർജ ഒരുങ്ങിയിരിക്കുകയാണ്. 3 ദിവസങ്ങളിലായാണ് മേള നടക്കുക. ഷാർജ എക്സ്പോ സെൻറ്ററിലാണ് പരിപാടി നടക്കുക. അവസാന വട്ടങ്ങളിൽ നടക്കുന്ന എക്സ്പോ നഗരിയിൽ നിന്ന് ഷിനോജാണ് നമ്മോട് കൂടെ ചേർന്നത്.